നല്ല നയനമനോഹരമായ ബോട്ടിലുകളും നല്ല സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ചിത്രം എടുക്കും, നമ്മളൊരു ഫോട്ടോ എടുക്കും. രണ്ടെണ്ണം കഴിക്കുന്ന ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ എല്ലാവരും കഴിക്കുന്നവരൊന്നും അല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഗ്രൂപ്പും നമ്മുടെ ഗ്രൂപ്പാണ്. 5 ലക്ഷം സ്ത്രീകൾ. നമസ്കാരം. ആവു ടി വി 24/7 ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്നത് GNPC-യുടെ അഡ്മിനായ അജിത് കുമാർ TL ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമസ്കാരം. നമസ്കാരം, സന്തോഷം. ഓക്കെ, ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോം, അതായത് 130ഓളം രാജ്യങ്ങളിലെ മലയാളി കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പിൽ, എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു യാഥാർത്ഥ്യമാണ്, എന്നാൽ ഒരു അത്ഭുതമാണ് അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? അതായത് ഞാൻ 2003 മുതലൊക്കെ, അതായത് ഞാൻ ചെറുതിലേ മുതൽ ഞാൻ ഈ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ വല്ലപ്പോഴേക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കഴിച്ച് ശീലിച്ചതാണ്. ഒരു 2003 ഒക്കെ ആയപ്പോൾ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ അവരുടെ ക്യാമറ എൻ്റെ പൊസിഷനിലാണ്. ഇപ്പോൾ ഞാൻ പല ഹോട്ടലുകളിലും പോയി ഫോട്ടോ എടുക്കും, അത് ഡെവലപ്പ് ചെയ്യും. അതിലെ ഒരു 5 ഫോട്ടോ ഞാൻ എടുത്ത് ഒരു ആൽബം ആക്കി വെക്കും, വീട്ടിൽ ഉള്ളവരെ കാണിക്കും. സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. പിൽക്കാലത്ത് ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അതിൽ അതിൽ ഈ പോസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാര്യം പല നാട്ടിൻപുറ പ്രദേശങ്ങളിലും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ജെന്യുവനായിട്ട് നല്ല റിവ്യൂ ഇടുന്നതാണ്. അപ്പം ഒരുപാട് ഫോളോവേഴ്സ് വന്നു. അപ്പം ഒരുപാട് ആൾക്കാർക്ക്, തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്നുള്ള ഒരു രീതിയായി. പിന്നെ പുറമേ ഉള്ള ആൾക്കാരും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതിനകത്തൊന്ന് കയറി നോക്കും, ഏത് ഹോട്ടലിൽ പോകണം എന്നുള്ള. നാടൻ ഹോട്ടൽ കുറിച്ചുള്ള നല്ല റിവ്യൂസ് മാത്രം. അപ്പോൾ ഒരു ദിവസം 2017 ആയപ്പോൾ നല്ല ബൂമായി, ശരിക്കും ഫോളോവേഴ്സ് ആയ സമയത്ത് ഞാൻ കരുതി, ഇത് നമ്മൾ 2 കഴിക്കുമ്പോൾ നല്ല നയനമനോഹരമായ ബോട്ടിലുകളും നല്ല സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ചിത്രം എടുക്കും, നമ്മളൊരു ഫോട്ടോ എടുക്കും. ഇത് എവിടെ പോസ്റ്റ് ചെയ്യും? എല്ലാവർക്കും പേടിയാണ്, കുപ്പിയുണ്ട്, അപ്പൊ നാട്ടുകാരെ പേടിയാണ്, പിന്നെ കുടുംബക്കാർ കാണുമായിരിക്കും. ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ പഠിപ്പിച്ച അധ്യാപകർ കാണും. അതെ, അതിനൊരു ഡ്രൈ ഡേ, അതായത് മെയ് ദിനത്തിന്റെ അന്നൊരു ഡ്രൈ ഡേ തുടങ്ങിയതാണ്. 2017 തുടങ്ങിയതാണ് ഈ ഗ്രൂപ്പിന്റെ. ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു ഗ്ലാസ്, എന്തായിരുന്നാലും മദ്യപാനത്തിന് ഇമ്പോർട്ടന്റ് ആണ്, നുര, അത് ഏത് രീതിയിലും നുര ഉണ്ടാവണം. പ്ലേറ്റിലെ കറി എന്തായാലും ഉണ്ടായാൽ പറ്റും. അങ്ങനെ ആ ആശയം വന്നതാണ്. അപ്പൊ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തപ്പം ഈ 2 കഴിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു പർദീസായി, അവർക്കൊരു ലൈസൻസ് ആയി. ആ പ്ലാറ്റ്ഫോമിൽ ഒന്ന് സീക്രട്ട് ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. അതിനകത്ത് ജോയിൻ ചെയ്ത പുറത്താർക്കും കാണാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ആദ്യം. പിന്നെയാണ് അതിന്റെ പ്രൈവറ്റ് ഗ്രൂപ്പ് ആക്കിയത്. എന്നിരുന്നാലും പ്രൈവറ്റ് ഗ്രൂപ്പിന്റെയും ഇത് സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും കാണാൻ പറ്റില്ല. പ്രൈവസി ആയി. അപ്പൊ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇത് പോകുന്നത്. അപ്പൊ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വരും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നല്ല ഫുഡുകളെ കുറിച്ച് പറയുമ്പോൾ സന്തോഷമാണ്. ഇപ്പം നമ്മളൊരു നെടുമങ്ങാട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രദേശത്തുള്ള നമ്മൾ കഴിച്ച ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് ആൾക്കാർക്ക് വരാൻ താല്പര്യം വരും. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പോ ഇതുപോലൊരു സംഭവം, ഇതിനകത്ത് മീൻസ് കോഫിയാണ് എന്നുള്ളത്, ഇപ്പൊ ആൾക്കാർ ഇത് മദ്യമാണോ അല്ലേ? അപ്പൊ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കാം. അതുപോലെ തന്നെ ആ സ്പേസിലേക്കാണ് നമ്മൾ ഓപ്പൺലി ഒരു മദ്യക്കുപ്പി അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വന്നത്. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു ആൾക്കാരുടെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? അതായത് ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയപ്പം 2 കഴിക്കുന്ന ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളില്ല. പ്രത്യേകിച്ച് കേരളത്തില് ഇച്ചിരി കൺസംഷൻ കൂടുതലുമാണ്. അപ്പൊ അവർക്കൊക്കെ വളരെ ആനന്ദമായി. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, പിന്നെ ജില്ല തിരിച്ചോ അല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാം ഒരേ തുല്യ മനസ്ഥിതിയും തുല്യരായിട്ടുള്ള കുറെ ആൾക്കാരും, അല്ല വേറൊന്നുമില്ല. അപ്പൊ അവർക്ക് ആഹ്ലാദമായി. അവർ ഓരോ ആൾക്കാരെ, അവരുടെ 2000 ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ അത്രയും ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഇത് പെട്ടെന്ന് കയറി ഒരു 6 months കൊണ്ടാണ് പെട്ടെന്ന് 30 ലക്ഷത്തിലേക്ക് വന്ന് നിന്നത്. അത്രയും പേര് അതിലേക്ക് ജോയിൻ ചെയ്തു. പക്ഷെ എല്ലാവരും കഴിക്കുന്നവരൊന്നും അല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഗ്രൂപ്പും നമ്മുടെ ഗ്രൂപ്പാണ്. 5 ലക്ഷം സ്ത്രീകൾ. വേറൊരു ഗ്രൂപ്പും ഇല്ല വേൾഡില്. അപ്പൊ അവരാരും കഴിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരാരും ഒന്നും പറയില്ല എന്നുള്ളത്. അവരൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ അവരൊരു കുപ്പിയും ഗ്ലാസ്സും ആയിട്ടിരിക്കുന്ന ഒരു ലേഡി കുടിക്കുന്ന, അവർക്ക് കുടിക്കാം, അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അവരൊരു മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റിന്റെ അടിയിൽ ആരും ഒന്നും പറയില്ല. 100% ഉറപ്പാണ്. നമ്മൾ 5 ലക്ഷം പേരെ ബ്ലോക്ക് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരെ. ഗ്രൂപ്പ് ക്ലീൻ ആണ് 99.99%. സോ അവർക്കും ഒരു പിന്നെ സ്വാതന്ത്ര്യമായി, ഞങ്ങളൊന്നും പറയില്ല. മാത്രമല്ല പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ 10 minutes അത് ഫുൾഫിൽ ആവും.
ഓക്കെ. ഉറപ്പാണ്. അതിപ്പം ഗ്രീസിലാണെങ്കിലും ഇനിയിപ്പം ഐസ്ലാൻഡിലാണെങ്കിലും അന്റാർട്ടിക്ക ആണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇവിടുത്തെ ഒരു ഗ്രൂപ്പിന്റെ ഒരു പൊട്ടൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവും. അതെ. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അത് ഇങ്ങനെ ഓരോ മേഖലയിലായിട്ടാണ് വന്നത് അല്ലെ. അതെ. നമ്മള് നല്ല ഫുഡ് കഴിക്കുന്നവരെ അതിലേക്ക് കൊണ്ടുവരുന്നു. അതെ. അപ്പം ഇപ്പം ശരിക്കും GCC-യിൽ വന്നു അല്ലെങ്കിൽ ദുബൈയിൽ വന്നു. ദുബൈയിൽ വരുമ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അതായത് കണക്ഷൻ? ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാല് ഒരു 10 മലയാളികൾ ഒരാള് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പോൾ ഓടി വരും, സ്നേഹത്തോടെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും, ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിക്കും, പരിചയപ്പെടും, നമ്പർ പാസ് ചെയ്യും. സ്നേഹം, സമാധാനം, അത്രേ ഉള്ളൂ. വേറെ ഒരു ഇതുമില്ല. നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാർദവമായിട്ടുള്ള ഒരു ഗുഡ് ഫീൽ വരും. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും അങ്ങനെ. നമ്മുടെ ഗ്രൂപ്പിലെ ലോഗോ ഉള്ള ഏതെങ്കിലും ഒരു വാഹനം പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ച് ചെയ്യും, വെറുതെ ഞങ്ങളുമാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി അവരും ഓക്കെ എന്ന് പറയും. എവിടെയായിരുന്നാലും നമ്മൾ കൂടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ മോണിറ്ററിലി ബെനിഫിറ്റഡ് അല്ലാത്ത This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman. സഹായങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൾക്കാർ ഉടൻ തന്നെ അതിന് തീർപ്പുണ്ടാകും 10 മിനിറ്റിനകത്ത്.